നമസ്കാരം. കുറഞ്ഞ പ്രതീക്ഷകളാണ് എപ്പോഴും നല്ലത്. അത് നമുക്ക് കൂടുതൽ സന്തോഷം നൽകും. ഇത് സ്ത്രീകളുടെ പ്രതീക്ഷകൾക്ക് കൈത്താങ്ങാകുന്ന വേദി റെഡ് കാർപ്പറ്റ്. So let's begin the show. This is Red Carpet. റെഡ് കാർപ്പറ്റിൽ നമ്മുടെ അതിഥിയെ വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ ബിന്നി കൃഷ്ണകുമാർ. సరసకురారా రారా చింతకు చేరా ప్రాణమే నీదిరా ఏలుకోరాలురా శ్వాసలో శ్వాసవై రారా రారా సరసకురారా రారా చింతకు చేరా ശ്വാസികയുടെ അടുത്തേന്ന് ശ്വാസികേ ശ്വാസികേ സൂപ്പർ രാരാ. എനിക്ക് ശരിക്കും ശ്വാസിക ഇതിന് ഇരുന്നോണ്ടൊന്ന് കാണിച്ചാൽ മതി. താം തരികടതി അത് വരുമ്പോ എങ്ങനെ ചെയ്യുമായിരിക്കും? അല്ല, താം തരികിട കിട്ടോ? ആ ശരി, 3, 4. താം തരികട ധീം തരികട തോം തരികട നം തരികട തത്തി തരികട തിത്തി തരികട തോം തോം തരികട നം നം തരികട താം ധീം തോം ജം നം നം തദം 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 തരികട താം ധീം തോം നം തം തം തത്തി തരികട തോം തകതി തരികട തോം തകതി തരികട തോം രാരാന്ന് വാവാന്നല്ലേ? വാ വാ വാ. ആ ഓക്കെ, വാ വാ. ശ്വാസിക ദി ഗ്രേറ്റ്. ഞാനിങ്ങനെ പാട്ടിലിങ്ങനെ ലയിച്ചിരിക്കുകയായിരുന്നു. അത് പെട്ടെന്ന് ഇങ്ങനെ ഒരു പണി വരുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ല, എന്നാലും അത് നല്ല രസമായിരുന്നു കേട്ടോ. താങ്ക് യു ചേച്ചി. കാരണം ഇപ്പൊ ഏതൊരു ആർട്ടിസ്റ്റ് ആണെങ്കിലും ദിടീന്ന് നമ്മളൊന്നും ചെയ്യാൻ പറഞ്ഞാൽ ഒന്നും നമുക്ക് പറ്റത്തില്ല. പക്ഷെ വെരി ഗുഡ്, യു ആർ വെരി ഗുഡ്. സച്ച് എ ഗുഡ് എക്സ്ട്രാ ഓർഡിനറി ടാലന്റഡ് ഒരു ആർട്ടിസ്റ്റാണ്. താങ്ക് യു സോ മച്ച്. എന്തായാലും ഈ ഒരു പാട്ട് നമ്മൾ മലയാളികൾക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടൊരു പാട്ടാണ്. ആ പാട്ട് പാടിയ ഒരാളിങ്ങനെ നേരിട്ട് അതേ പാട്ടിൽ അവർ പാടുന്ന കേൾക്കാൻ ഭാഗ്യം കിട്ടി. അപ്പോൾ എനിക്കും അതൊരു വലിയ സന്തോഷമായി. കാരണം എനിക്ക് തോന്നുന്നു ഒരുപാട് കുട്ടികൾ ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട്, സ്റ്റേജിൽ പെർഫോം പാട്ടായിട്ട് പാടിയിട്ടുണ്ട്, ഇൻസ്ട്രുമെന്റ്സിൽ. അങ്ങനെ ഒരു എല്ലാ ലാംഗ്വേജിലും ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ഒരു സോങ് ആണിത്. അപ്പൊ ചേച്ചിയിലേക്ക് എങ്ങനെയാണ് ഈ സോങ് വരുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങള് ചെന്നൈയിൽ പോയി താമസിച്ച് കർണാടക സംഗീതത്തിന് വേണ്ടി താമസിച്ച് ഇരുന്നാണെങ്കിലും നിറയെ കച്ചേരികൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചും ചെയ്യും. അങ്ങനെ പാടിക്കൊണ്ടിരുന്നപ്പം രാജാമണി സാറ് പറഞ്ഞു, BH ചിദംബരനാഥ് മാഷുണ്ടല്ലോ, കേശാദിപാദം തൊഴുന്നേൻ കേശവ, അതിൻ്റെയൊക്കെ മ്യൂസിക് ഡയറക്ടർ അദ്ദേഹം വേണ്ട തൊട്ടടുത്ത അദ്ദേഹം, രാജാമണി സാർ, അവരൊക്കെ നല്ല സൗണ്ടാണ്. സിനിമയിലും പാടാലോ. സാധാരണ കർണാടക സംഗീതം പാടുന്ന ആൾക്കാർ സിനിമയിൽ പാടലില്ല. കാരണം വെച്ചാൽ ഒന്ന് ഈ വഴി ഒന്ന് ഈ വഴിയാണ്, ക്ലാസിക്കൽ ഡാൻസും സിനിമാറ്റിക് ഡാൻസും എന്ന് പറഞ്ഞതുപോലെ അത് രണ്ടും രണ്ട് വഴിയാണ്. കൊച്ചിലെ ഞങ്ങളുടെ ഗുരുക്കന്മാരൊക്കെ സിനിമ പാട്ട് കേൾക്കണ്ട, ശരിയാണ്. പക്ഷെ ഇന്നിപ്പം അങ്ങനെയല്ല കേട്ടോ, നല്ല മാറി. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഫിലിമിലേക്ക് ഒട്ടും ശ്രദ്ധിച്ചിട്ടില്ല. സോ ബട്ട് എപ്പോഴോ ഒരു നേരം എനിക്കൊരാഗ്രഹം വന്നു. എല്ലാവരും ഇങ്ങനെ പറയുന്നല്ലോ, എന്നാ പിന്നെ ഞാനൊരു ഡെമോ എടുത്തു. ഒരു CD പോയി ചിത്ര ചേച്ചിയുടെ സ്റ്റുഡിയോയിലാണ് പോയി അത് എടുത്തത്, റെക്കോർഡ് ചെയ്ത് അതിനകത്തൊരു ശരിക്കും പറഞ്ഞ ഒരു തിരുപ്പുകളുണ്ടല്ലോ നമ്മുടെ, അതാണ് പാടിയത്. അതും പിന്നെ നമ്മുടെ സുജാത ചേച്ചി പാടിയ ഒരു പാട്ടുണ്ട്, എത്ര ഇണങ്ങി നാം എത്ര പിണങ്ങി നാം എന്നും പറഞ്ഞൊരു ഹിന്ദോളത്തൊരു പാട്ടുണ്ട്. അതൊക്കെ പാടി ഞാൻ എന്ത് ചെയ്തു, ഇത് വെച്ച് ആർക്ക് കൊടുക്കണം എന്നപ്പോഴാണ്, അന്ന് വിദ്യാസാഗർ സാർ ഭയങ്കര ഇതാണ് മലയാളത്തിലൊക്കെ. അങ്ങനെ ഞാൻ സാറിന്
ആ സാറിന് ശരിക്കും കൃഷ്ണനെ നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ കച്ചേരി ഭയങ്കര ഇഷ്ടമാണ് സാറിന്. സാറ് പറയും നല്ല രസമാണ് അത് കേൾക്കാൻ, വോയിസ് രസമാണെന്ന് പറഞ്ഞ് കൃഷ്ണന്റെ പാട്ടുകൾ ഇഷ്ടമായിരുന്നു. അപ്പൊ കൃഷ്ണൻ കൊണ്ടേ കൊടുത്തു, ഇങ്ങനെ എന്റെ വൈഫാണെന്ന് പറഞ്ഞ പേര് ബിന്നി എന്നൊക്കെ എഴുതി കൊടുത്തു. ഒരു 5 മാസം ചുമ്മാ കൊടുത്തതാ, പക്ഷെ വേറെ ആർക്കും കൊടുത്തില്ല ശ്വാസികെ, ഇത് മാത്രമേ ഞാൻ കൊടുത്തുള്ളൂ. ഒരു 5 മാസം കഴിഞ്ഞപ്പം അദ്ദേഹത്തിന്റെ മാനേജർ മുരുകൻ സാർ വിളിച്ചു, കൃഷ്ണകുമാർ ബിന്നി ഉങ്ങളോட വൈഫാ? ആമാ, ശീഘ്രം വരെ ചൊല്ലിങ്ങി നാളേക്ക് ഒരു പാട്ട് ഇരിക്കുന്നു. നമ്മൾ വിചാരിക്കണുണ്ടോ ഇത് ചന്ദ്രമുഖി, അപ്പോഴൊക്കെ ഭയങ്കര ന്യൂസ് കിടക്കുക രജനീകാന്ത് സാറിന്റെ ശിവാജി പ്രൊഡക്ഷൻസിന്റെ 100th ഫിലിം രജനി സാറിന്റെ, അതും ഇവിടെ ഒരു അടി നടക്കുക, മറ്റേ മണിച്ചിത്രത്താഴിന്റെ ഇതെന്തോ പ്രോബ്ലം ഒക്കെ നടക്കുക. ഇതൊക്കെ നമ്മളും കാണുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ നാട്ടിലേക്ക് വന്നിരുന്നു. നാട്ടിൽ നിന്ന് ഉടനെ എളുപ്പം തിരിച്ച് അടുത്ത ഫ്ലൈറ്റിന് കയറിപ്പോയി. എന്താണേലും സംഭവം പാടിയപ്പോഴും ഞാനിതൊന്നും പ്രതീക്ഷിക്കാതെയാണ് ഇത്ര ഒരു ഹിസ്റ്ററി തീർക്കും. തമിഴ്നാട്ടിൽ അധികം നാളെ ഓടിയ സിനിമ 804 ദിവസം ഓടിയത് ചന്ദ്രമുഖിയ ഇന്ന് വരെ. അന്നൊക്കെ നയൻതാര ലേഡി സൂപ്പർ സ്റ്റാർ ആയിട്ട് അംഗീകരിച്ച പടവും കൂടിയാണ്. തീർച്ചയായിട്ടും സിനിമ ഹിറ്റ് ആയതുപോലെ തന്നെ ഈ പാട്ടും ഹിറ്റ്. നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു സിനിമയാണ് മൺസിറത്താഴ്. പാട്ടുകൾ ആ ഒരു മുறை വന്ന് പാർത്തായ പോലെ തന്നെ ഈ ഒരു പാട്ടും ആളുകളുടെ നെഞ്ചിൽ കേറി ഭയങ്കരമായിട്ട്. അത് അദ്ദേഹത്തിന്റെ ആ ഒരു ട്യൂൺ, ഒരു ശ്രോതശ്വിനി എന്നൊരു റയർ രാഗം അദ്ദേഹം കൊടുത്തിട്ട്, അത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയാണത്. കാരണം പല ആൾക്കാരും പി വാസു സാറെ വന്ന് പറഞ്ഞു, ഞാനിത് ഒരു ഇൻ്റർവ്യൂലൊന്നും പറഞ്ഞിട്ടില്ല, വാസു സാറ് ഞാൻ പാടാൻ നിൽക്കുമ്പോൾ അന്ന് ബിന്നി ആരാന്ന് അവർക്കൊന്നും അറിയില്ല, കുറച്ച് കർണാട്ടിക് മ്യൂസീഷ്യൻസിനാണ്. അപ്പം പി വാസു സാറ് വന്നിട്ട് സാർ എങ്ങാണ്ട് വെളിയിൽ ഏതോ റെസ്റ്റ് റൂമിൽ എന്തോ പോയപ്പോഴേ വാസു സാറ് പതുക്കെ റൂം തുറന്ന് കൺസോളിൽ കയറിയിട്ട്, ഞാനെനിക്ക് അറിയത്തില്ല, ആക്ച്വലി ഞങ്ങളിത് നിത്യശ്രീ മഹാദേവൻ പാടാൻ വച്ചിരുന്ന പാട്ടായിരുന്നു, പക്ഷെ വിദ്യാസാഗർ അദ്ദേഹം പറയുന്നു നിങ്ങളുടെ വോയിസ് നല്ലതാണ്, നിങ്ങളാണിത് പാടുള്ളൂ എന്ന് പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആകെ സങ്കടമായി പോയി ശ്വാസികേ. ഞാനങ്ങ് കരഞ്ഞു. അയ്യോ, വേറൊരു ആർട്ടിസ്റ്റിന് ഇവർ ഉദ്ദേശിച്ചിരുന്ന പാട്ട്, പക്ഷെ എൻ്റെ ആദ്യത്തെ പാട്ടും. അപ്പൊ സാറ് വന്നിട്ട് എന്താന്ന് പറയാൻ പറ്റുമോ? ഞാൻ മിണ്ടിയില്ല. ഇത് ഞാൻ ആരോടും വിചാരിച്ചു സാറ് എന്നുവെച്ചാ നേരെ ഒരാൾ പറയും, പക്ഷെ പിന്നെ പി വാസു സാറ് രജനീകാന്ത് സാർ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. അയ്യോ, പി വാസു സാറിന് എന്റെ ദൈവമേ എന്നെ കാണും, എന്തൊരു സ്നേഹ അദ്ദേഹം. എന്നുവെച്ചാ അവരെ തെറ്റുപെട്ട കാര്യമില്ല. പുതിയൊരാള്, അതും ഇത്രയും വലിയൊരു ഹെവി സോങ്, അതും ഒരു പേര് ബിന്നി. ഈ പേര് മറ്റേ നിത്യശ്രീ. പിന്നല്ലേ അപ്പൊ അതൊക്കെ ഒരു കാര്യമുണ്ടല്ലോ. പിന്നെ വേറൊരു സത്യം പറയാ, എനിക്ക് വീട്ടിൽ വിളിക്കുന്ന പേര് സംഗീത. എന്തോ ഇത്ര നേരം പറയുന്ന അല്ലെന്ന്, എനിക്ക് വീട്ടിൽ വിളിക്കുന്ന പേര് സംഗീത എന്നാ. അങ്ങനെ ഒരു പേരുണ്ട്, റിലേറ്റീവ്സ് ഒക്കെ സംഗീത എന്നായിട്ട് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കഥയൊക്കെ നടന്നു. എന്താണെങ്കിലും സൗത്ത് ഇന്ത്യയിൽ അന്നൊക്കെ ഒരാൾക്ക് ബെസ്റ്റ് പ്ലേ ബാക്ക് സിംഗറിന് ഫിലിം ഫെയർ അവാർഡ് കൊടുക്കുള്ളൂ. 2006 അങ്ങനെ ബെസ്റ്റ് പ്ലേ ബാക്ക് സിംഗർ 4 ലാംഗ്വേജിലും കൂടി അന്നൊക്കെ കിട്ടി. അങ്ങനെ അതൊരു സംഭവമായി, അങ്ങനെ മാറി. അന്ന് കരഞ്ഞെങ്കിലും പിന്നെ അങ്ങോട്ട് ചിരിക്കാനുള്ള ഒരവസരമായിരുന്നു. ഈ 18 വർഷമായി ഇത് പാടിയിട്ടും സ്റ്റിൽ എപ്പോൾ പാടിയാലും അത് ആളുകളുടെ മനസ്സിൽ. അതെ, എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ സിംഗേഴ്സിന്റെ ഒരു ആഗ്രഹമാണ് റഹ്മാൻ സാറിന്റെ കൂടെ പാടണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ഒരു സ്റ്റേജ് പെർഫോമൻസ് ചെയ്യണം എന്നൊക്കെ. ചേച്ചി എപ്പോഴെങ്കിലും അദ്ദേഹത്തിനെ നേരിട്ട് കണ്ട് സംസാരിക്കാനും കൂടെ അങ്ങനെ എന്തെങ്കിലും അവസരമൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഫ്ലൈറ്റിൽ വെച്ച് ഇപ്പം ലോഞ്ചിലിരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട് 2 പ്രാവശ്യം എന്നല്ലാതെ അദ്ദേഹമായിട്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അങ്ങനെയൊന്നും. എന്താണെന്നറിയാമോ ശ്വാസിക, എനിക്ക് തോന്നുന്നു ഞാനും കൃഷ്ണകുമാറും, അതായത് പണ്ടാണെങ്കിലും കുറച്ചുകൂടെ എൻ്റെ അടുത്ത് ഔസപ്പിച്ചൻ സാറ് പറയാറുണ്ട്, നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഹങ്കാരം, നിങ്ങൾ കുറച്ച് ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ട് എന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ബിസി ആണല്ലോ, നമുക്കുണ്ടല്ലോ, അപ്പൊ നമുക്കിനി സിനിമ. പക്ഷേ ഞാനൊരു 80 ഫിലിമോളം ഞാൻ പാടിയിട്ടുണ്ട്. കന്നഡ പാടിയിട്ടുണ്ട്, തെലുങ്കിൽ പാടിയിട്ടുണ്ട്, മലയാളത്തില് മണിവർണ്ണന്റെ മണിവർണ്ണന്റെ കൺമുന്നിൽ ഗോപികളാടുകിലും യദുബാലന്റെ മാറിൽ വന്നാളികൾ ചായുകിലും ഒരു പീലി തണ്ടുപോലെ മണിയോട കുഴലുപോലെ അമ്പാടി തുളസി പോലെ
നവനീത തളിക പോലെ താരാകം യമുന പോലെ രാധേ യാദവ കുലമൗലേ കണ്ണനു നീ വനമാല രാധേ യാദവ കുലമൗലേ കണ്ണനു നീ ഇത് രസം എന്താണെന്ന് അറിയാമോ? ഈ ഡാൻസ് പാട്ട് സാറിന്റെ തന്നെ ഞാൻ 3 എണ്ണം പാടിയിട്ടുണ്ട്. ഇതുണ്ട്. ഇന്നൊന്ന് തജം 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 ധൃതില്ലാനാ, നമ്മുടെ ഇവിടുത്തെ ശരണ്യ ഇല്ലേ ഡാൻസ് ആക്ടർ, അതെ, അവളാണ് ഇത് കളിച്ചിരിക്കുന്നത് മുഴുവൻ. അത് ശരി. നല്ല പാട്ടായിരുന്നു, നല്ലൊരു സോളോ പാട്ടായിരുന്നു അത്. പക്ഷെ പാട്ടം അത്ര ഹിറ്റ് ആയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു സാറിന്റെ 3 ഡാൻസ് സോങ് ഇനി നിന്നെ ഞാൻ ഡാൻസിന് വിളിക്കുന്നുള്ളത്. നമ്മൾ ഡാൻസ് പാട്ടിന് പാടുന്ന ആളാണ്. അങ്ങനെ അത് കഴിഞ്ഞ് എന്നെ പാടാൻ വിളിച്ച് ഒരു പാട്ടുണ്ട്. കണ്ണേ കനിയോറങ്ക കാനഹത്ത് പോരങ്ക തൊട്ടിലെ മന്നവനേ നീയുറങ്ക കണ്ണേ കനിയോറങ്ക കാനഹത്ത് പോരങ്ക താനന തൊട്ടിലെ മന്നവനേ നീയുറങ്ക. അതും വിദ്യാജി തന്നെയാണ്. വിദ്യാജി ഈ ഡാൻസ് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ചേഞ്ച് ആയിട്ടുള്ള പാട്ട് ഞാനും പിന്നെ ലാസ്റ്റ് ഇയറിനും മധുബാലകൃഷ്ണനും പാടിയിരുന്നു. അത് ശരി. അങ്ങനെ അപ്പൊ എന്തായാലും ഡാൻസിന് വേണ്ടിയിട്ട് ഒരുപാട് പാട്ട് പാടിയ ഒരാള്, പക്ഷെ ഉള്ളിലൊരു ഡാൻസർ ഉണ്ടെന്ന് ഇടയിൽ ഇങ്ങനെ വന്നു. അത് 20 വയസ്സിൽ ഞാൻ നിർത്തി. പക്ഷെ ഇടയിൽ ഒരു വീഡിയോ വന്നിരുന്നല്ലോ, 27 വർഷങ്ങൾക്ക് ശേഷം നൃത്തം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്തായിരുന്നു സംഭവം? എന്റെ തന്നെ ചില കോമ്പോസിഷൻസ് ഞാൻ യൂട്യൂബിൽ കണ്ട തില്ലാന പലതും ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ തന്നെ. ഞാൻ ഈ കമലഹാസൻ സാറിന്റെ വലിയ ഫാനാണ്. കൊച്ചിലേ തൊട്ട് ഞാൻ ചിലങ്കിയൊലിയാണ്, സാഗര സംഘം എന്നുള്ള സിനിമയാണ് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത്. ഒരു 100 പ്രാവശ്യം ഞാൻ അത് കണ്ടിട്ടുണ്ട്. സ്വന്തമായിട്ട് ആദ്യമായിട്ട് കാസറ്റ് എന്നൊക്കെ പ്ലെയർ വാങ്ങിച്ചത്, കാസറ്റ് വാങ്ങിച്ചത് സാഗര സംഗമം ഫിലിമാണ്. അപ്പൊ അതില് ഈ സാഗര സംഗമത്തിലെ ഈ പാട്ടുണ്ടല്ലോ, ഞാനിപ്പോ കളിച്ചു എന്ന് പറഞ്ഞത്, അത് ഞാൻ കളിക്കുമായിരുന്നു. അപ്പൊ അതിന്റെ പിന്നെ ഇപ്പം ഏജൊക്കെ ആയി. അപ്പോ മോള് പറഞ്ഞു ചുമ്മാ നമുക്ക് കളിക്കാം. അങ്ങനെ കളിച്ചിട്ടതാ അത്. പക്ഷെ അത് ഭയങ്കര വ്യൂസ് ആയി. അത് ഇട്ട് 2 ദിവസത്തിലെങ്ങാണ്ട് ഒരു 1 മില്യൺ വ്യൂസ്. കാരണം ചേച്ചി നമ്മൾ കണ്ടിട്ടില്ലല്ലോ, ഡാൻസ് എന്ന് പറയുന്നത് ചെയ്ത് കണ്ടിട്ടില്ല. പക്ഷെ ഒരു ഡാൻസറുടെ ഒരു രൂപം ഉണ്ട് താനും. അപ്പൊ പെട്ടെന്ന് അങ്ങനെ കണ്ടപ്പോ ആൾക്കാർക്ക് അങ്ങ് വല്ലാത്തൊരു ഇഷ്ടമായി. അപ്പൊ നമുക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു 2 സ്റ്റെപ്പ് ഡാൻസ് ചെയ്യാൻ പറ്റുമോ? എന്റെ ദൈവമേ, ഞാൻ സത്യം പറഞ്ഞാൽ അത്രയും 10-25 വർഷം 27 വർഷമായി കളിച്ചിട്ട്. എന്നാലും ഒരു കുറച്ച് മതി. എന്നാ കണ്ണാ വരുവാള. ശരി, അതില് ചെയ്യാം. കണ്ണാ 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 വരുവായ മീരാ കേറാൻ മന്നൻ വരും പാதை മങ്കை பார்க்கிறான் மாலை மலர்ச்சோலை நதியோரம் நடந்து கண்ணா வருவாளா மீரா கேக்கிறா. അപ്പൊ ചേച്ചി, നമ്മൾ ഇത്രയും വിശേഷങ്ങളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരു വെറൈറ്റി പെർഫോമൻസ് കണ്ടാൽ എങ്ങനെ ഉണ്ടാവും? തീർച്ചയായിട്ടും കാണാം. എനിക്ക് തോന്നുന്നു നമ്മുടെ റെഡ് കാർപ്പറ്റ് വേദിയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പെർഫോമൻസ് വരുന്നത്. അതായത് ഡബിൾ ഫേസ് ഡാൻസ് എന്നാണ് ഇതിന് പറയാ. അത് എന്തൊക്കെയാണെന്നുള്ളത് എനിക്കും ചില ഡൗട്ടുകൾ ഉണ്ട്. നേരിട്ട് വന്നാൽ അറിയുള്ളൂ. അപ്പൊ എന്തായാലും റെഡ് കാർപ്പറ്റിന്റെ വേദിയിൽ ഡബിൾ ഫേസ് ഡാൻസുമായിട്ട് വരുന്നു അശ്വന. അപ്പോ ഇതൊരു വെറൈറ്റി ഒരു ഐറ്റം ആണ്. ഡബിൾ ഫേസ്, 2 ഫേസ്. എന്താണ് ഇതിന് യഥാർത്ഥത്തിൽ? 2 ഫേസ്. അതെ, അതായത് ഒന്ന് അശ്വനയുടെയും ഒന്ന് ഈ മുഖത്തിന് പേരുണ്ടോ? ഇല്ല, പേരൊന്നും ഇട്ടിട്ടില്ല. അച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് ഇടാം. അശ്വനയും അച്ചുവും. അപ്പൊ എന്താണ് ഈ ഒരു 2 ഫേസ് ഡാൻസ്? എന്താണ് അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? 2 ഫേസ് എന്ന് പറയുമ്പം ഒരു അട്രാക്ഷൻ ഉണ്ടായി. 2 തല,
നല്ലൊരു അട്രാക്ഷൻ കാണികളിലേക്ക് എത്തിക്കാനുള്ള ആൻഡ് സ്റ്റെപ്പുകൾ, ഡാൻസിന്റെ സ്റ്റെപ്പുകൾ തന്നെയാണോ ചെയ്യുന്നത്, അതെയോ വേറെ എന്തെങ്കിലും? ഡാൻസിന്റെ ചെറുതായിട്ട് ഡാൻസിന്റെ ഒരു സ്റ്റെപ്പ് വരും, അല്ലാതെ വേറെ അധികമൊന്നുമില്ല. ഒന്നുമില്ല. ഇത് ആരാ പഠിപ്പിച്ചത്? ഇങ്ങനെ ഒരു ഐഡിയ വന്നത് എങ്ങനെയാണ്? മാസ്റ്റർ പഠിപ്പിച്ച തന്നെ. മാസ്റ്റർക്ക് എവിടെന്നെങ്കിലും മാസ്റ്റർ പ്രോഗ്രാമിന് പോയ സമയത്ത് അങ്ങനെ കണ്ടിട്ട് ആ ഒരു ഐഡിയ മാസ്റ്റർ ചെയ്ത. വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഡാൻസ് പഠിക്കുകയോ അല്ലെങ്കിൽ? ഡാൻസ് പഠിക്കുന്നുണ്ട്, ട്രൂപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ ഒരു 2 ഫേസ്, ഒരു വെറൈറ്റി. എപ്പോഴും ചേച്ചി പറഞ്ഞല്ലേ, വെറൈറ്റി ആണല്ലോ വേണ്ടത്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. എനിക്ക് ഭയങ്കര ഒരു ആകാംക്ഷയോടെ ഇരിക്കുക ഞാൻ അതൊന്ന് കാണാൻ. അതെ, മുഖം ഒരു വടി, പിന്നെ ശരിക്കുള്ള ഒരു മുഖം. ആൻഡ് ഇതിന്റെ കോസ്റ്റ്യൂം ഒക്കെ ഇങ്ങനെ തന്നെ വേണം എന്നൊക്കെ അതൊക്കെ മാസ്റ്ററിന്റെ ഐഡിയ ആണ്. അപ്പൊ മാസ്റ്റർ മനസ്സിൽ എന്തൊക്കെയോ കണ്ടിട്ടാണ് ഇതിങ്ങനെ ഫിക്സ് ചെയ്തത്. എന്തായാലും വന്നിട്ടുണ്ട് മാസ്റ്റർ അല്ലേ? മാസ്റ്ററോട് തന്നെ ചോദിക്കാം. മാസ്റ്ററും പിന്നെ അമ്മ. ഓക്കെ, അപ്പൊ രണ്ടുപേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ മാസ്റ്ററിന്റെ പേര് പറയൂ. അനീഷ്. അപ്പൊ അനീഷ് മാസ്റ്റർക്ക് എന്താണ് ഈ 2 ഫേസ് എവിടെ നിന്നാണ് കണ്ടത്? ഞാനിത് തമിഴ്നാട്ടിലൊരു പ്രോഗ്രാമിന് പോയ പിന്നെ അവിടെ ഒരു സ്റ്റേജ് ഷോക്ക് കണ്ടതാണ്. ശരി. അതിന്റെ ഒരു വെറൈറ്റി ഞാൻ വീട്ടിലിരുന്ന് പ്ലാൻ ചെയ്ത് ഇതിന്റെ കോസ്റ്റ്യൂം തയ്യാറാക്കിയത് കോയമ്പത്തൂരിലെ ഒരു ചന്ദ്രു എന്ന് പറഞ്ഞ ഒരു മാസ്റ്ററാണ്. മാസ്റ്ററോട് ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് ഐഡിയൽ പറഞ്ഞു കൊടുത്ത് കോസ്റ്റ്യൂം തയ്യാറാക്കി തന്നു. ശരി. ആൻഡ് ഇത് നമ്മുടെ നാട്ടിൽ വർക്ക് ആവും, നമുക്കൊന്ന് പരീക്ഷ നോക്കാന്നൊക്കെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. തീർച്ചയായും. ഇപ്പം അശ്വിന എന്ന് പറഞ്ഞ സ്റ്റുഡന്റ് മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ, അത് വേറെ മാസ്റ്ററിന്റെ സ്റ്റുഡൻസ്? അശ്വിനയാണ് ഫസ്റ്റ് ഇത് ചെയ്തത്. അശ്വിനെയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? നോർമൽ ഡാൻസ് പഠിപ്പിക്കുന്ന പോലെ തന്നെയാണോ? കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട്. ആ ടൈമിങ്ങും അതൊക്കെ ആയിരിക്കും അല്ലേ? ശരി. മാസ്റ്റർ എപ്പോഴെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പോ മാസ്റ്റർ ഏതിലാണ്? അതായത് കണ്ടംപററി ആണോ വെസ്റ്റേൺ ആണോ? ഞാൻ വെസ്റ്റേൺ, പിന്നെ ഇപ്പോ വെറൈറ്റി ഡാൻസ്. ശരി, ഓക്കെ. ഇനി അമ്മയുടെ പേര് പറയും. എന്റെ പേര് സുജാത. പാട്ടോ ഡാൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇല്ല, പക്ഷെ അങ്ങനെ ഒരു തോന്നുന്നുണ്ട് അല്ലേ ചേച്ചി? ഒരു കലാകാരിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇല്ല, ഞാൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ മംഗളാസമക്യ സൊസൈറ്റി എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. നിങ്ങൾ നാട് എവിടെയായിരുന്നു? ഞങ്ങള് നീലേശ്വരം. അവിടെ നിന്നാണ് വരുന്നത്. ഓക്കെ. അപ്പൊ എന്തായാലും മകൾ ഒരു വെറൈറ്റി പെർഫോമൻസുമായിട്ട് നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് വന്നിരിക്കുകയാണ്. എന്താ കാണാം, നമുക്ക് ഇവരെല്ലാം കാണുന്നോണ്ട് ഇവർക്കൊരു ആകാംക്ഷ ഉണ്ടാവില്ല, നമുക്കാണ് ആകാംക്ഷ മുഴുവനും. 2 ഫേസ് ഡാൻസ്. ഓൾ ദി ബെസ്റ്റ്. கலைமானே கண்ணிமயிலென கண்டேனுனை நானே. கண்ணே கலைமானே கண்ணிமயிலென கண்டேனுனை நானே. அந்திப்பகலுனை நான் பார்க்கிறேன், ஆண்டவனை இதைத்தான் கேட்கிறேன். ராரிராரோ
അപ്പൊ ഇതാണ് നമ്മുടെ അശ്വിനി വന്നിരിക്കുകയാണ്. ഞാൻ സത്യത്തിൽ വിചാരിച്ചത് ഒരു ഫേസ് അശ്വനയുടെ തന്നെയായിരിക്കും, ഒരെണ്ണമായിരിക്കും ഈ മാസ്ക് എന്നാ വിചാരിച്ചത്. ഈ ആള് വരുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ചേച്ചി പറയോ, ഈ ഒരു 2 ഫേസ് ഐറ്റം കണ്ടിട്ട് എന്താണ് തോന്നിയത്? ഇതിപ്പോ മൊത്തത്തിൽ 3 ഫേസ് അല്ലേ? അതെ അതെ, ഒരു വടിയും. അതെ അതെ, നന്നായിരുന്നു. അത് മനുഷ്യരെ ഒരു കൈ ഏതാ മുഖം ഏതാ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലേ? ഈ ഒരു പ്രോപ്പർട്ടിയെ നന്നായിട്ട് യൂസ് ചെയ്തു, കുഞ്ഞായിട്ട് യൂസ് ചെയ്തു, ആദ്യം ഒരു കാമുകിയായിട്ട്, അങ്ങനെ ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ പല രീതിയിലുള്ള ഇമോഷൻസ് വർക്ക് ചെയ്തു. എന്തായാലും മാസ്റ്റർ കൊള്ളാം, ഈ ഒരു ഐഡിയ രസമായിട്ടുണ്ട്. ഈ ഒരു ഐഡിയയിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും തോന്നുന്നു അല്ലേ? തീർച്ചയായും. എന്തായാലും ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ മാസ്റ്റർ ഒരു കഥ, ഇപ്പൊ തന്നെ ഒരു കഥ പറഞ്ഞ് ഇങ്ങനെ പോയ പോലെയാണ്. ഇനി കൂടുതൽ കഥകളുമായിട്ട് വരട്ടെ, അശ്വിനെ മാസ്റ്റർ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കട്ടെ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. ഒരു സമ്മാനം തന്നാലോ? ശരി, അപ്പോൾ എന്തായാലും ഈ ഒരു വെറൈറ്റി പെർഫോമൻസ് നമ്മുടെ റെഡ് കാർപ്പറ്റിൽ വന്ന് കാഴ്ചവെച്ചതിന് ഒരുപാട് നന്ദി. അപ്പോൾ ഇനി അടുത്ത ഒരു അവസരത്തിൽ കൂടുതൽ വെറൈറ്റി പെർഫോമൻസുമായിട്ട് അശ്വിനെ കാണാൻ സാധിക്കട്ടെ. അപ്പോൾ ടാറ്റാ, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. Costume courtesy for Swastika, Ladies Planet, Perindalmanna and Palakkad. Jewel courtesy for Swastika, Ladies Planet Rental Jewelry.